കട്ടക്കലിപ്പന്റെ കാന്താരി മാലാഖ. രചന വർണ്ണ ദേവദത്തൻ. അവതരണം സാലിം കരുളായി. മുത്തശ്ശി, ഞാൻ മിണ്ടി പോകരുത്. നീ ഈ തറവാട്ടിൽ മറ്റാരേക്കാളും കൂടുതൽ ഞാൻ സ്നേഹം നൽകിയത്, സ്വാതന്ത്ര്യം നൽകിയത് നിനക്കാ. എന്നിട്ടും നിനക്ക് എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ തോന്നി? മുത്തശ്ശിയുടെ ആ ശബ്ദത്തിൽ പാർവതി ധ്രുവിയുടെ കാലിലെ പിടിവിട്ടു. ധ്രുവിയും വർണ്ണയും കാറിൽ കയറി പോകുന്നത് നോക്കി നിർജീവമായി ഇരിക്കാൻ മാത്രമേ പാർവതിക്ക് കഴിഞ്ഞുള്ളൂ. എന്നാൽ ഇതെല്ലാം കണ്ട് രണ്ടുപേരുടെ കണ്ണുകൾ മാത്രം സന്തോഷത്താൽ തിളങ്ങി. തങ്ങൾ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ നടന്നതിൻ്റെ ആഹ്ലാദമായിരുന്നു അവരിൽ. ദേവാ ദേവാ പാർട്ടി ഡോറിൽ ശക്തമായി തട്ടി പിടിച്ചത് ദത്തൻ വാതിൽ തുറന്നില്ല. ദേവ, നിന്നോട് ഡോർ തുറക്കാനാ പറഞ്ഞത്. പാർട്ടിയുടെ ശബ്ദം ഉയർന്നു. ബെഡിൽ കമിഴ്ന്ന് കിടന്നിരുന്ന ദത്തൻ എഴുന്നേറ്റ് വന്ന് വാതിൽ തുറന്നു. റൂമിലേക്ക് പാർട്ടി കയറി. അവിടെ എല്ലാ സാധനങ്ങളും വലിച്ചു വാരിയിട്ടിരിക്കുകയാണ്. ദത്തന് ഒന്നും മിണ്ടാതെ തിരികെ വന്ന് കിടന്നു. എടാ, അവൾ പോയി. പാർട്ടി അവൻ്റെ അരികിൽ വന്നിരുന്നു കൊണ്ട് പറഞ്ഞു. പൊക്കോട്ടെ, ഞാൻ അവളോട് ഒരേ ഒരു കാര്യം മാത്രമേ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ടും അവൾ എൻ്റെ വാക്കിനൊരു പുല്ലുവില തന്നോ? എല്ലാവരുടെയും മുന്നിൽ വെച്ച് വീണ്ടും വീണ്ടും പിന്നെ എന്നെ തോൽപ്പിക്കുകയല്ലേ ചെയ്തത്. മടുത്തു ഈ നാശിച്ച ജീവിതം. അവൻ കമിഴ്ന്ന് കിടന്നുകൊണ്ട് പറഞ്ഞു. അവൻ്റെ ഇടറിയ ശബ്ദത്തിൽ നിന്ന് തന്നെ അവൻ്റെ മനസ്സിൽ എത്രത്തോളം സങ്കടമുണ്ടെന്ന് പാർട്ടിക്കും മനസ്സിലായിരുന്നു. എടാ, അവൾ വേണമെന്ന് വെച്ച് ചെയ്തതായിരിക്കില്ലടാ. പാർട്ടി, വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. നീ പോ, എനിക്ക് കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരിക്കണം. ദത്തൻ ഇടയിൽ കയറി പറഞ്ഞതും പാർട്ടി ഒന്നും മിണ്ടാതെ വാതിൽ ചാരി പുറത്തേക്ക് പോയി. ഇതെന്താ പറഞ്ഞമോള് തനിച്ച്? കൂടെ ദേവ വന്നില്ലേ? ധ്രുവിയുടെ കൂടെ പറഞ്ഞേ കണ്ടതും ചെറിയ മുത്തശ്ശി അതിശയത്തോടെ ചോദിച്ചു. ഇല്ല മുത്തശ്ശി, ദേവനോട് എന്തോ ജോലി തിരക്ക്. വർണ്ണക്കാണെങ്കിൽ ഇവിടെ കുറച്ച് ദിവസം നിൽക്കണമെന്നും, അതുകൊണ്ട് ഞാൻ ഇവിടേക്ക് വിളിച്ചുകൊണ്ട് വന്നതാ. മോളുടെ മുഖം എന്താ പാടിയിരിക്കുന്നേ? മോള് കരഞ്ഞോ? മുത്തശ്ശി വർണ്ണയുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് ചോദിച്ചു. അവൾക്ക് തലവേദനയാണ്, കുറച്ചു നേരം കിടന്നോട്ടെ. ശാരദാമേ, വർണ്ണക്ക് മുകളിൽ ആ മുറി ഒന്ന് കാണിച്ചു കൊടുക്കേ. അടുക്കളയിലെ പണിക്ക് നിൽക്കുന്ന ചേച്ചിയോട് ധ്രുവി ഉറക്കെ പറഞ്ഞു. ആ സ്ത്രീ വർണ്ണയും കൂട്ടി മുകളിലേക്ക് കയറിപ്പോയി. അവൾ പോയതും ധ്രുവി തറവാട്ടിൽ വെച്ച് നടന്ന കാര്യങ്ങളെല്ലാം മുത്തശ്ശിയോട് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞതും മുത്തശ്ശി വർണ്ണയുടെ അരികിലേക്ക് പോകാൻ നിന്നു. പക്ഷേ ധ്രുവി അവരെ തടഞ്ഞു. അവൾ കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ മുത്തശ്ശി, ശല്യപ്പെടുത്തണ്ട. എന്നാലും നിനക്ക് പാർവതിക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്കായിരുന്നു. ഇനി എന്ത് കേൾക്കാനാ മുത്തശ്ശി? മതി, ഞാനെല്ലാം നിർത്തി. ഇനി ധ്രുവത്തിൻ്റെ ജീവിതത്തിൽ പാർവതി എന്നൊരു പെണ്ണില്ല. അവൻ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് റൂമിലേക്ക് കയറിപ്പോയി. അത് കണ്ട് നിസ്സഹായായി നിൽക്കാൻ മാത്രമേ ആ വൃദ്ധയ്ക്ക് കഴിഞ്ഞിരുന്നുള്ളൂ. റൂമിലേക്ക് വന്ന വർണ്ണ നേരെ ബെഡിലേക്ക് വീണു. മനസ്സിൽ വല്ലാത്ത ഭാരം. ദത്തനോട് ഒരിക്കലും കള്ളം പറയാൻ പാടില്ലായിരുന്നു. പക്ഷേ ആ സമയം പാർവതി ചേച്ചിയുടെ കൂടെ നിൽക്കാനാണ് തോന്നിയത്. ദത്തൻ ഈ ഒരിക്കലും തന്നെ അന്വേഷിച്ചു വരില്ല എന്ന് പോലും അവൾ ചിന്തിച്ചു പോയി. ഇല്ല, അവൻ ഒരിക്കലും അതിന് കഴിയില്ല. ഞാനില്ലാതെ അവൻ എങ്ങനെ പറ്റുക? അവൻ വരും, പക്ഷെ എന്നോട് അവന് വെറുപ്പായിരിക്കുമോ? ഒരിക്കലും അവനോട് കള്ളം പറയുന്നെന്ന് പറഞ്ഞിട്ടും ഞാൻ പറഞ്ഞില്ലേ, അതിന് ദേഷ്യമായിരിക്കും. എനിക്കൊരു അവസരം കൂടി താതെത്താ. ഇനി ഞാൻ കള്ളം പറയില്ല, എന്നോട് ക്ഷമിക്ക്. അവൾ തലയിലേക്ക് മുഖം പൂഴ്ത്തി. കരഞ്ഞ് കരഞ്ഞ് തളർച്ചയിൽ അവൾ എപ്പോഴും ഉറങ്ങിപ്പോയി. തനിക്ക് പരിചിതമായ സ്പർശനം നെറുകയിലേറ്റപ്പോഴാണ് അവൾ കണ്ണു തുറന്ന് നോക്കിയത്. ചെറിയമ്മ. അവൾ ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റു. ദത്തൻ, അവൻ വന്നോ? അവൻ എവിടെ? വർണ്ണ റൂമിന് പുറത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. എൻ്റെ കുട്ടി ഇങ്ങനെ കരയാതെ, അവൻ വീട്ടിലുണ്ട്, നല്ല ദേഷ്യത്തിലാണ്. ദേഷ്യം ഒന്ന് കുറഞ്ഞ അവൻ വരും, മോള് സങ്കടപ്പെടാതെ. ചെറിയമ്മ അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. അവൻ എന്നോട് നല്ല ദേഷ്യമായിരിക്കും അല്ലേ ചെറിയമ്മേ? അതല്ലേ എന്നെ വിളിക്കാൻ വരാത്തത്, എന്നോട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞത്, കൺമുന്നിൽ കാണരുതെന്ന് പറഞ്ഞത്? തന്നെ കെട്ടിപ്പിടിച്ച് വിരുമ്പിക്കരയുന്ന അവളെ കണ്ട് ചെറിയമ്മക്ക് സങ്കടം വന്നു. ശിലുവിനിപ്പോൾ എങ്ങനെയുണ്ട്? പെട്ടെന്നെന്തോ ഓർമ്മയിൽ അവൾ തലയുയർത്തിക്കൊണ്ട് ചോദിച്ചു. അവൾക്ക് കുഴപ്പമൊന്നുമില്ല, മോൾ താഴേക്ക് വാ. ഇവിടെ എങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നാൽ സങ്കടം കൂടെയുള്ളൂ. ചെറിയമ്മ അവളെ നിർബന്ധിച്ച് താഴേക്ക് കൊണ്ടുപോയി. കുറച്ചു നേരം ചെറിയമ്മയുടെ അരികിൽ ഇരുന്നപ്പോൾ വർണ്ണക്കും ചെറിയ ആശ്വാസം തോന്നിയിരുന്നു. ദത്തൻ തന്നെ കാണാൻ വരുമെന്ന് കരുതി അവളുടെ കണ്ണുകൾ ഇടയ്ക്കിടെ മെയിൻ ഡോറിൻ്റെ അരികിലേക്ക് പോയിരുന്നു. അരമണിക്കൂർ കഴിഞ്ഞതും ചെറിയമ്മ തറവാടിലേക്ക് തിരിച്ചു പോയി. അതോടെ മനസ്സിൽ അടക്കി പിടിച്ചിരുന്ന സങ്കടങ്ങൾ വീണ്ടും ഉയർന്നു വരുന്ന പോലെ തോന്നി അവൾക്ക്. വർണ്ണ ചെറിയ മുത്തശ്ശിയുടെ മടിയിലേക്ക് തലവെച്ച് പുറത്തേക്ക് നോക്കിക്കിടന്നു. ദത്തനെ പ്രതീക്ഷിച്ചാണ് അവളുടെ കാത്തിരിപ്പെന്ന് ധ്രുവിക്കും മനസ്സിലായിരുന്നു. രാത്രി ഒരുപാട് നിർബന്ധിച്ചിട്ടാണ് വർണ്ണ ഭക്ഷണം കഴിച്ചത്. 10 മണി കഴിഞ്ഞിട്ടും അവൾ ഉമ്മറത്ത് ദത്തനെ നോക്കിയിരിക്കുകയായിരുന്നു. അവൻ വരില്ല മോളെ, മോൾ അകത്ത് ചെന്ന് കിടക്ക്.
ഇല്ല മുത്തശ്ശി, അവൻ വരും. ഞാനില്ലാതെ അവൻ ഉറങ്ങാൻ പോലും പറ്റില്ല. അവൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. സമയം ഇത്രയായില്ലേ, ഇനി അവൻ വന്നാൽ തന്നെ ഞാനാണ് വാതിൽ തുറന്ന് കൊടുക്കാം, പോരെ? ധ്രുവി അവിടേക്ക് വന്ന് പറഞ്ഞു. ഉറപ്പാണോ? വർണ്ണ ആകാംക്ഷയോടെ ചോദിച്ചു. ഉറപ്പ്, ഒരു പുഞ്ചിരിയോട് അവനും പറഞ്ഞു. പക്ഷേ ദത്തൻ വരും ധ്രുവിക്ക് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ദത്തൻ തൻ്റെ അരികിലേക്ക് വരുമെന്ന വിശ്വാസത്തിൽ തന്നെ വർണ്ണ മുകളിലേക്ക് പോയി. അവൾക്ക് ബെഡിൽ വന്ന് കിടന്നിട്ടും ഉറക്കം വന്നിരുന്നില്ല. അല്ലെങ്കിലും ഇപ്പോൾ കുറച്ചു കാലമായി അവൻ്റെ സാന്നിധ്യമില്ലാതെ, അവൻ്റെ ചൂടില്ലാതെ തനിക്കും ഉറങ്ങാൻ കഴിയില്ലെന്ന് അവളുടെ മനസ്സിലും അറിയാമായിരുന്നു. അവൾ പതിയെ എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് നടന്നു. ഒരു തണുത്ത കാറ്റ് അവളെ തഴുകിപ്പോയതും ആ കാറ്റിൽ പോലും ദത്തൻ്റെ ഗന്ധം നിറഞ്ഞു നിൽക്കുന്ന പോലെ അവൾക്ക് തോന്നി. കണ്ണുകളടച്ചിരി കൈകളും വിടർത്തി അവൾ കുറച്ചു നേരം അങ്ങനെ തന്നെ നിന്നു. പിന്നീട് എപ്പോഴോ ക്ഷീണം കൊണ്ട് കണ്ണുകൾ അടയാൻ തുടങ്ങിയതും അവൾ വന്ന് ബെഡിലേക്ക് കിടന്നു. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞാലടി പുന്നാര മോളെ കള്ളം പറയരുതെന്ന്. എന്നിട്ട് ഞാൻ വീണ്ടും വീണ്ടും ചോദിച്ചിട്ട് നീ കള്ളം പറഞ്ഞു. ഇറങ്ങിക്കൊള്ളണം ഈ നിമിഷം ഈ വീട്ടിൽ നിന്ന്. ദത്തൻ അലറി. ദത്ത, ഞാൻ മിണ്ടിപ്പോവരുത്, ഇറങ്ങി. എങ്ങോട്ടെന്ന് വെച്ചാൽ പോക്കോ. ദത്തൻ തന്നിൽ നിന്നും അകന്നു പോകുന്നത് നോക്കി അവൾ അലറിക്കരഞ്ഞു. പതിയവൻ പോയ വഴിയെ ഒരു പുകമറ മൂടി. അവൻ്റെ അരികിലേക്ക് എത്ര ഓടിയെത്താൻ ശ്രമിച്ചിട്ടും കഴിയുന്നില്ല. കാലുകൾ കുഴഞ്ഞ് അവൾ താഴേക്ക് വീണു. എന്നിട്ടും എഴുന്നേറ്റ് അവന് പിന്നാലെ ഓടി. ദത്താ! അവൾ അലറി വിളിച്ച് ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റു. അപ്പോഴേക്ക് രണ്ട് സുരക്ഷിതമായ കൈകൾ തന്നെ ചുറ്റിപ്പിടിച്ചിരുന്നു. വർണ്ണയ്ക്ക് താൻ കണ്ട സ്വപ്നത്തിൽ നിന്നും അപ്പോഴും പുറത്തേക്ക് വരാൻ കഴിഞ്ഞിരുന്നില്ല. ദത്താ, നീ വന്നോ? എനിക്കറിയായിരുന്നു നീ വരുമെന്ന്. ഞാനില്ലാതെ നിനക്ക് പറ്റില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടെ? വർണ്ണ ദത്തന് നേരെ തിരിഞ്ഞു കിടന്നുകൊണ്ട് പറഞ്ഞു. പക്ഷേ ദത്തൻ്റെ ഭാഗത്തു നിന്ന് ഒരു മറുപടി പോലും ഉണ്ടായിരുന്നില്ല. ദത്ത, എന്തൊന്നും മിണ്ടാത്തേ? വീണ്ടും അവൻ്റെ ഭാഗത്ത് മൗനം മാത്രമായിരുന്നു. വർണ്ണ കൈയതിച്ച് ലൈറ്റ് ഓൺ ചെയ്തു. വളരെ കുറച്ചു നേരം കൊണ്ട് തന്നെ അവൻ വല്ലാതെ കോലം കെട്ടു പോയിരുന്നു. മുടിയെല്ലാം ആകെ അലങ്കോലമായി. ഓഫീസിൽ നിന്നും വന്ന് മുഷിഞ്ഞ ഷർട്ട് പോലും മാറിയിട്ടില്ല. ദത്ത, എന്നോട് ദേഷ്യാണോ? അതാണോ ഒന്നും മിണ്ടാത്തേ? തൻ്റെ കൈ ദത്തൻ്റെ കവളിൽ വെച്ചുകൊണ്ട് ചോദിച്ചു. ദത്തനൊന്നും മിണ്ടാതെ മലർന്ന് കിടന്ന് മുഖത്തിന് കുറുകെ കൈ വെച്ച് മറച്ചു. വർണ്ണ കുറച്ചു നേരം അവനെ തന്നെ നോക്കിയിരുന്നു. ശേഷം ലൈറ്റ് ഓഫ് ചെയ്ത് അവൻ്റെ അരികിലായി കിടന്നു. ദത്തൻ തന്നെ ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ, കുഞ്ഞേന്നൊന്ന് വിളിച്ചിരുന്നെങ്കിൽ എന്ന് വർണ്ണയുടെ മനസ്സ് വല്ലാതെ കൊതിച്ചുപോയി. കണ്ണിൽ നിന്നും നിർത്താതെ കണ്ണുനീരൊഴുകിക്കൊണ്ടിരുന്നു. കരച്ചിലിൻ്റെ ശബ്ദം പുറത്തേക്ക് വരാതിരിക്കാൻ അവൾ ഒരുപാട് ശ്രമിച്ചു. മുഖം തലയിലേക്ക് ചേർത്ത് വെച്ച് കിടന്നു. എല്ലാം എൻ്റെ തെറ്റാ, എൻ്റെ മാത്രം, അവൾ മനസ്സിൽ പറഞ്ഞു. പിന്നീട് വീണ്ടും ദത്തൻ്റെ കൈകൾ തന്നെ പൊതിഞ്ഞു പിടിക്കുന്നത് അവൾ അറിഞ്ഞിരുന്നു. അതിൽ നിന്നും അവൻ ഉറങ്ങിയിട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായി. വർണ്ണ തിരിഞ്ഞവൻ്റെ നെഞ്ചിലേക്ക് തല വെച്ച് കിടന്നു. സോറി, അവൾ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്തുകൊണ്ട് പറഞ്ഞു. പക്ഷെ അപ്പോഴും മൗനം മാത്രമായിരുന്നു മറുപടി. പരസ്പരം ഒന്നും മിണ്ടാതെ ഒന്നും സംസാരിക്കാൻ കഴിയാതെ ആ മുറിയിൽ ഇവരുടെയും ശ്വാസനിശ്വാസങ്ങൾ മാത്രം ഉയർന്നു കേട്ടു. ഒപ്പം ആ നിശബ്ദതയെ ഇല്ലാതാക്കാൻ എവിടെ നിന്നോ ഏതോ ഒരു പാട്ടിൻ്റെ വരികൾ ചെറിയ ശബ്ദത്തിൽ ഉയർന്നു കേട്ടു. വരികൾ കാതോർത്തുകൊണ്ട് ധ്രുവി കയ്യിലെ കുപ്പിയിൽ അവസാന തുള്ളി മദ്യവും വായിലേക്ക് കമഴ്ത്തി. അവസാനം ബോധം പറഞ്ഞവൻ ബെഡിലേക്ക് വീണു. എന്തിനാണ് ഈ എന്നെ എങ്ങനെ എപ്പോഴും കൊല്ലാതെ കൊല്ലുന്നേ? എന്നും നിന്നെ ഞാൻ സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ. എന്നിട്ടും എന്തിനാ എന്നെ എങ്ങനെ വേദനിപ്പിക്കുന്നേ? അവൻ പാതി ബോധത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. മറ്റൊരിടത്ത് അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു പാർവതിയും. തനിക്ക് വീണ്ടും തെറ്റുപറ്റിയിരിക്കുന്നു. മറ്റൊരാളുടെ വാക്ക് കേട്ട് താൻ വീണ്ടും ചതിക്കപ്പെട്ടിരിക്കുന്നു. താൻ കാരണം ഇപ്പോൾ എത്ര പേരുടെ ജീവിതം ഇല്ലാതായി, എത്ര പേര് സങ്കടപ്പെടുന്നു. താൻ എല്ലാവരുടെയും മുന്നിലും വെറുക്കപ്പെട്ടവളായി. ഓരോന്ന് ആലോചിക്കുന്തോറും പാർവതിക്കാകെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. വർണ്ണ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം പിന്നീട് ആരും തന്നോട് മിണ്ടിയിട്ടില്ല. എല്ലാവരുടെയും മുഖത്ത് വെറുപ്പ് മാത്രമാണ്. എന്തിനു പറയുന്നു, വർണ്ണയെ ഇഷ്ടമല്ലാത്ത തൻ്റെ സ്വന്തം അമ്മ പോലും ഇപ്പം തന്നെ ശത്രുവിനെ പോലെയാണ് നോക്കുന്നത്. അത്രത്തോളം ഓരോരുത്തരുടെയും മനസ്സിൽ വർണ്ണ സ്ഥാനം നേടിക്കഴിഞ്ഞിരുന്നു. പാർവതി പലതവണ ധ്രുവിയുടെ ഫോണിലേക്ക് വിളിച്ചുവെങ്കിലും അവൻ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അവനോട് തനിക്ക് വെറുപ്പായിരുന്നുവെങ്കിലും അവൻ്റെ ഈ അവഗണന എന്തുകൊണ്ട് തന്നെ ഏറെ വേദനിപ്പിക്കുന്നുവെന്ന് അവൾക്ക് പോലും അറിയില്ലായിരുന്നു. പിറ്റേ ദിവസം വർണ്ണ എഴുന്നേൽക്കുന്നതിന് മുമ്പേ തന്നെ ദത്തൻ എഴുന്നേറ്റ് പോയിരുന്നു. അവൾ എഴുന്നേറ്റ് ഫ്രഷായി വന്നു. ഫോണെടുത്ത് ദത്തൻ്റെ ഫോണിലേക്ക് വിളിച്ചെങ്കിലും അറ്റൻഡ് ചെയ്യുന്നില്ല. അവൾ നിരാശയോടെ ഫോൺ ചാർജിലിട്ട് താഴേക്ക് നടന്നു. അവൾ താഴെ എത്തുമ്പോൾ ധ്രുവി ഹോസ്പിറ്റലിൽ പോകാൻ തിരക്കിട്ട് നിൽക്കുകയാണ്. വർണ്ണയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവൻ നേരെ പുറത്തേക്ക് ഇറങ്ങി വേഗം തന്നെ കാറിൽ കയറി പുറത്തേക്ക് പോയി. അവൾ കുറച്ചു നേരം ഗേറ്റിനരികിലേക്ക് തന്നെ നോക്കി നിന്ന ശേഷം മുത്തശ്ശിയുടെ അരികിലേക്ക് നടന്നു. ആ മോളെ എണീറ്റോ? മുത്തശ്ശി ചായക്കപ്പെടുത്ത് അവൾക്ക് കൊടുത്തു.
അവളത് വാങ്ങി. ദത്തൻ ഇന്നലെ എപ്പോഴാ മുത്തശ്ശി വന്നത്? എന്താ ദേവന്റെ കാര്യമാണോ മോള് ചോദിക്കുന്നേ? ആഹാ മുത്തശ്ശി, അതിനവൻ ഇന്നലെ വന്നിട്ടില്ലല്ലോ മോളെ. മുത്തശ്ശി പറഞ്ഞത് കേട്ട് വർണ്ണയൊന്ന് ഞെട്ടി. ഇല്ല മുത്തശ്ശി, അവൻ വന്നിരുന്നു. ഈ കുട്ടി ഇതെന്തൊക്കെയായി പറയുന്നേ? ദേവൻ വന്നാൽ ഞാൻ അറിയാതിരിക്കുമോ? മോള് വല്ല സ്വപ്നവും കണ്ടതായിരിക്കും. മുത്തശ്ശി ചിരിയോടെ പറഞ്ഞ് തൻ്റെ ജോലികൾ ചെയ്യാൻ തുടങ്ങി. ഇനി ശരിക്കും സ്വപ്നമായിരുന്നോ? വർണ്ണയും സ്വയം ഒന്ന് ആലോചിച്ചു. വർണ്ണ രാവിലെ ഭക്ഷണം കടിച്ചു കഴിഞ്ഞ് മുത്തശ്ശി അടുക്കളയിൽ കുറച്ചു നേരം സഹായിച്ചു. പണികളെല്ലാം തീർന്നപ്പോൾ അവൾ പതിയെ മുറ്റത്തേക്ക് ഇറങ്ങി. ദത്തനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. അവൻ ശരിക്കും ഇന്നലെ വന്നു, അതോ തനിക്ക് തോന്നിയതാണ്? എത്രയും ആലോചിച്ചിട്ടും വർണ്ണയ്ക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അവൾ നേരെ റൂമിലേക്ക് വന്നു. ചാർജിലിട്ടിരിക്കുന്ന ഫോണെടുത്ത് ദത്തൻ്റെ നമ്പറിലേക്ക് വിളിച്ചുവെങ്കിലും അവൻ കോൾ എടുക്കുന്നില്ല. അവൾ ഫോൺ കയ്യിൽ പിടിച്ചുകൊണ്ട് ബാൽക്കണിയിലേക്കൊന്ന് വന്നു. ഒന്ന് ആലോചിച്ചതിന് ശേഷം അവൾ പാർട്ടിയുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. എന്താ മോളെ? കോൾ എടുത്തതും പാർട്ടി ചോദിച്ചു. ഏട്ടന് സ്റ്റേഷനിൽ പോയില്ലേ? ഇല്ല, ഇന്നലെ ഒരുപാട് ദൂരം യാത്ര ചെയ്ത് വന്നതല്ലേ, അതുകൊണ്ട് ഇന്ന് ലീവാണ്. എന്തേ? ഒന്നുമില്ല, ഞാൻ വെറുതെ വിളിച്ചതാ. അങ്ങനെ ഒരു കാര്യമില്ലാതെ വെറുതെ വിളിക്കുമോ? അവൻ ചിരിയടക്കാൻ ഒരുപാട് പാടുപെട്ടു. ദത്തനെ അന്വേഷിച്ചുള്ള വിളിയാണെന്ന് പാർട്ടിക്കും മനസ്സിലായിരുന്നു. എന്നാൽ അതവൻ പുറത്ത് കാണിച്ചില്ല. വീട്ടിലെല്ലാവർക്കും സുഖാണോ? ഷിലുവിന് എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഭദ്രേശിനും ക്ലാസ്സിൽ പോയോ? ആ പോയി. ദേശേട്ടന് രാഘേട്ടന് ജോലിക്ക് പോയോ? അവര് രാവിലെ പോയി. ശ്രീരാഘേട്ടനും നിമ്മി ചേച്ചിയും പാറു ചേച്ചിയും ചെറിയമ്മയും മുത്തശ്ശിയും അമ്മയ്ക്ക് അവിടെ ഇല്ലേ? ആ ഉണ്ടല്ലോ, അവരെവിടെ പോവാനാ, താഴെ കാണും. പപ്പയും ചന്ദ്രശേഖരങ്ങളും ചെറിയച്ഛനും ഓഫീസിൽ പോയോ? എൻ്റെ കുട്ടി, നിനക്ക് എന്താ വേണ്ടത്? ഇത് ചോദിക്കാനാണ് നീ വിളിച്ചേ? പാർട്ടി ചോദിച്ചതും പറഞ്ഞൊന്ന് പരിങ്ങി. അത് പിന്നെ ദത്തൻ അവനവിടെ ഉണ്ടോ? ആ അവൻ റൂമിൽ കാണും. എന്തേ? അവൻ ഇന്നലെ രാത്രി പുറത്തെവിടെയെങ്കിലും പോയോ? അറിയില്ല, ഞാൻ ഇന്നലെ ക്ഷീണം കാരണം നേരത്തെ ഉറങ്ങി. എന്തേ? ഒന്നുമില്ല, എന്നെ കോള് കട്ട് ചെയ്യട്ടെ. പറഞ്ഞ ഫുഡ് കഴിച്ചോ? ആ കഴിച്ചു. എന്നാ ശരി, വെച്ചോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്ക്. ശരി ഏട്ടാ. അത് പറഞ്ഞവൾ കോള് കട്ട് ചെയ്തു. ഇനി ഞാൻ ആരോട് ചോദിക്കാം? അവൾ ഓരോന്ന് ആലോചിച്ച് ബാൽക്കണിയിൽ തന്നെ നിന്നു. ഫോണ് കട്ട് ചെയ്ത് ബെഡിലേക്ക് ഇട്ട് പാതി തൻ്റെ സ്റ്റേഷനിലെ ഫയലുകൾ നോക്കാൻ തുടങ്ങി. ചാരിയിട്ട് ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ട് അവൻ തലയിരിച്ച് പിന്നിലേക്ക് നോക്കി. എന്താടാ? ദത്തൻ്റെ നിൽപ്പ് കണ്ട് ഫയലിൽ നോക്കിക്കൊണ്ട് തന്നെ പാർട്ടി ചോദിച്ചു. അത് പിന്നെ നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? ഇടാ പുന്നാര മോനെ, ഇന്നലത്തെ പോലെ മതിൽ ചാരാനാ വിളിക്കുന്നെങ്കിൽ എൻ്റെ കയ്യിലത് നീ ഭാഗം. ഇന്നലെ തന്നെ നിന്നെ ഒന്ന് സഹായിക്കാൻ വന്നതിന് എന്നെ നടുപൊടിഞ്ഞു. ഇനി സഹായം എന്നൊരു വാക്ക് ചോദിച്ച് നീ എൻ്റെ റൂമിൻ്റെ പടി കിടക്കരുത്. എടാ പാർട്ടി, ഇതത്ര റിസ്ക്കുള്ള കാര്യമില്ല. നീ എൻ്റെ കൂടെ ഹെൽപ്പറായിട്ട് നിന്നാൽ മതി. എന്താ ആദ്യം നീ കാര്യം പറ, എന്നിട്ട് ആലോചിക്കാം ഹെൽപ്പർ ആവണോ വർക്കർ ആവണോ എന്ന്. അത് എൻ്റെ റൂമൊന്ന് ക്ലീൻ ചെയ്യാൻ. അവൻ്റെ റൂം ക്ലീൻ ചെയ്യല് ഇന്നലെ അതൊക്കെ ഒറ്റയ്ക്ക് വലിച്ചു വാരിടുമ്പോ ഒറ്റയ്ക്ക് ക്ലീൻ ചെയ്യേണ്ടി വരുന്ന ബോധം ഉണ്ടായിരുന്നില്ല നിനക്ക്? അത് പിന്നെ ഞാനൊരു ഓളത്തിന് വേണ്ടി ഈ സിനിമയിലൊക്കെ എങ്ങനെയല്ലേ? ദേ എന്നെ വായിലിരുന്ന കേൾക്കണമെങ്കിൽ ഇറങ്ങി പോകാൻ നോക്ക്. എടാ ഒന്ന് വാടാ, ആ റൂമിന് വൃത്തിയാക്കാതെ യൂസ് ചെയ്യാൻ പറ്റില്ല. അതാ മോനങ്ങി ഒറ്റയ്ക്ക് വൃത്തിയാക്കിയാൽ മതി. ഇന്നലെ എന്തായിരുന്നു ഒരു ഓസ്കർ ആക്ടിങ്? നിന്റെ ഡയലോഗ് എന്തായിരുന്നു? ഓർമ്മയില്ലല്ലോ പുല്ല്. എന്തായാലും ഭയങ്കര ഓവറായിരുന്നു. പൊക്കോട്ടെ, ഞാൻ അവളോട് ഒരേ ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ടും അവളെൻ്റെ വാക്കിന് പുല്ല് വില തന്നു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് വീണ്ടും വീണ്ടും പിന്നെ തോൽപ്പിക്കല് ചെയ്തത്. മടുത്തു ഈ നശിച്ച ജീവിതം. ആ ഡയലോഗാണോടാ? ഞാൻ കുറച്ച് ഒറിജിനാലിറ്റി തോന്നാൻ വേണ്ടിയാ അങ്ങനെ പറഞ്ഞത്. ഓവൻ്റെ ഒരു ഒറിജിനാലിറ്റി. പോകാൻ നോക്ക്, എനിക്ക് കുറച്ച് വർക്കുണ്ട്. അവൻ വീണ്ടും ഫയൽ നോക്കാൻ തുടങ്ങി. അപ്പം നിനക്കെന്നെ സഹായിക്കാൻ പറ്റില്ലല്ലേ? ഇല്ല, പാർട്ടി തറപ്പിച്ച് പറഞ്ഞു. അത്രക്കായോ? ഇനി എന്താ ചെയ്യണമെന്ന് എനിക്കറിയാം. അത് പറഞ്ഞ് ദത്തൻ പുറത്തേക്ക് നടന്നു. പാർട്ടി ചേറിന്ന് ചാടി എന്നിട്ട് അവൻ്റെ അടുത്തേക്ക് വന്നു. സോറി ഒന്നും വേണ്ട, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. തൻ്റെ പിന്നാലെ വന്ന പാർട്ടിയെ നോക്കി ദത്തൻ പറഞ്ഞു. അയ്യടാ, അതിനാര് സോറി പറയുന്നു? ഇത് വേറെ കാര്യ. അതും പറഞ്ഞ് പാർട്ടി ചുറ്റുമൊന്ന് നോക്കി. ശേഷം ദത്തനോട് പതിയെ പറഞ്ഞു. നിന്റെ കെട്ടിയോളെ കുറച്ചു മുമ്പ് എന്നെ വിളിച്ചിരുന്നു. ആര്? വർണ്ണയോ? അല്ലാതെ നിനക്ക് വേറെ കെട്ടിയോളുണ്ടടാ. എടാ, ഒരവസരം കിട്ടുമ്പോൾ നീ വല്ലാതെ ഗോളടിക്കാൻ നോക്കണ്ട. കാര്യം പറ, എന്തിനാ അവൾ വിളിച്ചത്? നീ എവിടെ വന്നിരുന്നോന്നറിയാം.
എന്നിട്ട് നീ എന്താ പറഞ്ഞേ? എനിക്കറിയില്ലെന്ന് പറഞ്ഞു. അല്ല എന്ന് പറയാൻ എന്തിനാണ് അതിനെങ്ങനെ സങ്കടപ്പെടുന്നേ? നിനക്ക് പറഞ്ഞൂടെ എല്ലാ ആക്ടിങ് ആണെന്ന്? വേണ്ട, എന്തൊക്കെ പറഞ്ഞാലും അവൾ എന്നോട് കള്ളം പറഞ്ഞില്ലേ. കുറച്ച് സങ്കടപ്പെടട്ടെ, ഇതിനെക്കുറിച്ച് സമയമാകുമ്പോൾ ഞാൻ തന്നെ എല്ലാം പറയാം. ഇത് എവിടുത്തെ ന്യായദേവ? മനുഷ്യന്മാരായ രണ്ട് കള്ളൊക്കെ പറഞ്ഞവരും അതിനിങ്ങനെയൊക്കെ ശിക്ഷിക്കണോ? മറുപടിയായി ഇദ്ദേഹത്തിനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് റൂമിലേക്ക് നടന്നു.